വെൽക്കം ടു സ്റ്റഡി വിൻ PSC. നാളെ നടക്കുന്ന 10th പ്രിലിംസ് എക്സാമിൻ്റെ മാത്സ് റിവിഷനാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ. PSC റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ: തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി 60 എങ്കിൽ അതിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏത്? സൊല്യൂഷൻ: ഒരു സമാന്തര ശ്രേണിയിൽ തന്നിരിക്കുന്ന സംഖ്യകളുടെ എണ്ണം ഒറ്റ സംഖ്യ ആണെങ്കിൽ അതിൻ്റെ മിഡിലിൽ വരുന്ന സംഖ്യയായിരിക്കും അതിൻ്റെ ശരാശരി. സമാന്തര ശ്രേണികൾ എന്ന് വെച്ചാൽ എന്താണ്? അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആയിരിക്കും. അപ്പം നോക്കിക്കേ, ഇരട്ട സംഖ്യകൾ ഒറ്റ സംഖ്യകളൊക്കെ സമാന്തര ശ്രേണി അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ വരുന്ന സംഖ്യകളല്ലേ. ഇരട്ട സംഖ്യയുടെ ഒറ്റ സംഖ്യയുടെ ഒക്കെ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താ? 2. അത് സെയിമുമാണ്. അപ്പോൾ എന്താണ്? ഇരട്ട സംഖ്യകളൊക്കെ സമാന്തര ശ്രേണിയാണ്. അപ്പോൾ ഇവിടെ എന്താണ്? 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി 60 എങ്കിൽ അതിലെ ചെറിയ സംഖ്യ ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി 60 ആണെങ്കിൽ ഈ മിഡിലിൽ വരുന്ന സംഖ്യ എന്താ? 60 ആയിരിക്കും. ഓക്കെ, ഇവിടെ നോക്കിക്കേ, 1, 2, 3, 4, 5 മിഡിലിൽ വരുന്നത്, അതായത് ഈ മൂന്നാമത്തെ സംഖ്യ ഇവിടെ 60 ആണ്. അപ്പോൾ രണ്ടാമത്തെ സംഖ്യ എന്തായിരിക്കും? 60ൽ നിന്ന് 2 പോയാൽ 58. ഒന്നാമത്തെ സംഖ്യ എന്തായിരിക്കും? 58ൽ നിന്ന് 2 പോയാൽ 56. നാലാമത്തെ സംഖ്യ ഏതായിരിക്കും? 60 + 2 62. അഞ്ചാമത്തെ സംഖ്യ ഏതായിരിക്കും? 62 + 2 64. ഇരട്ട സംഖ്യ ആയതുകൊണ്ടാണ് 2 കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഈ സീരീസിലെ ചെറിയ സംഖ്യ ഏതാ? 56 ആണ്. അപ്പോൾ ഇവിടുത്തെ ചെറിയ സംഖ്യ ഏതാണ്? 56. ആൻസർ ഓപ്ഷൻ എ. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതാരും നിങ്ങൾ വിട്ട് കളയരുത്. ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഒന്നുമില്ല, സംഖ്യകളുടെ എണ്ണം ഒറ്റ സംഖ്യ ആണെങ്കിൽ മിഡിൽ വരുന്ന സംഖ്യ ശരാശരി ആയിരിക്കും. അത് വെച്ച് നോക്കി നമുക്ക് വലിയ സംഖ്യയും ചെറിയ സംഖ്യയും ഒക്കെ കണ്ടുപിടിക്കാം. ഇനി ഇവിടുത്തെ വലിയ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ എന്നാ ഏത് വരും? 64 വരും. ഓക്കെ, ചോദ്യം: 5821 എത്ര നൂറുകളുണ്ട്? സൊല്യൂഷൻ: സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് 5821 എത്ര നൂറുകളുണ്ടെന്ന് കണ്ടുപിടിക്കണം. സിമ്പിൾ. എന്താണ്? 5821 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നോക്കിക്കേ, എത്ര വരും? 58.21 വരും. അപ്പോൾ എത്ര നൂറുകളുണ്ട്? 58 നൂറുകൾ. ആൻസർ ഓപ്ഷൻ ഡി, 58. ഇനി നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി ക്ലിയർ ആവാനായിട്ട് ഞാനൊരു എക്സാമ്പിളും കൂടെ പറയാം. ഒരു ചെറിയ സംഖ്യ വെച്ചിട്ട് നോക്കിക്കേ, 200. 200ൽ എത്ര നൂറുകളുണ്ട്? എന്താ ചെയ്യേണ്ടത്? 200 ഡിവൈഡഡ് ബൈ 100 എത്രയാണ്? 2. 200ൽ എത്ര നൂറുകളാണ് ഉള്ളത്? 2 നൂറുകളല്ലേ. 2 നൂറുകൾ ചേർന്നല്ലേ 200 ആവുന്നത്. അതുപോലെ ഉള്ളൂ ഇത് കേട്ടോ. ഓക്കെ, ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ പല പരീക്ഷകളിലും കുട്ടികൾ ഇത് തെറ്റിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. ഒരു കുട്ടിയുടെയും പിതാവിൻ്റെയും വയസ്സുകളുടെ തുക 156 അംശബന്ധം 5:7 എങ്കിൽ പിതാവിൻ്റെ വയസ്സ് കുട്ടിയുടെ വയസ്സിനേക്കാൾ എത്ര കൂടുതലാണ്? സൊല്യൂഷൻ: കുട്ടിയുടെയും പിതാവിൻ്റെയും വയസ്സുകളുടെ അംശബന്ധം 5:7 അപ്പോൾ അതിനെ കുട്ടിയുടെ വയസ്സ് ചൈൽഡ് C = 5x എടുക്കാം. ഫാദറിൻ്റെ വയസ്സ് 7x ആയിട്ടും എടുക്കുക. കുട്ടിയുടെയും പിതാവിൻ്റെയും വയസ്സുകളുടെ തുക 156. അപ്പോൾ നോക്കിക്കേ, ഈ 5x + 7x ആണ് 156. ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ കുട്ടിയുടെയും പിതാവിൻ്റെയും വയസ്സുകൾ എത്രയെന്ന് കിട്ടും. പിന്നെ അത് എത്ര കൂടുതലാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ നോക്കിക്കേ, 7 5 12x ആണ് 156. ദെർഫോർ x = 156 ഡിവൈഡഡ് ബൈ 12. 12 1 12, 12 3 15 ആകുമ്പം 36-നകത്ത് 12 3 36, 13. എക്സിൻ്റെ വാല്യൂ 13 എന്ന് കിട്ടി. അപ്പോൾ കുട്ടിയുടെ വയസ്സ് എത്രയാ? 5x. 5 × 13. കുട്ടിക്ക് 65 വയസ്സ്. പിതാവാണെങ്കിലോ ഫാദർ 7x ആണ്. 7 × 13, 13 91 വയസ്സാണ് ഫാദറിന്. അപ്പോൾ അവരുടെ വയസ്സുകൾ കിട്ടി. എത്ര കൂടുതലാണെന്ന് നോക്കാൻ ഡിഫറൻസ് എടുക്കുക. 91 - 65 = 26. പിതാവിൻ്റെ വയസ്സ് കുട്ടിയുടെ വയസ്സിനേക്കാൾ 26 കൂടുതലാണ്. ആൻസർ ഓപ്ഷൻ ബി, 26. അടുത്ത ചോദ്യം: ഒരു ഓട്ടക്കാരൻ്റെ വേഗത 15 സെക്കൻഡിൽ 150 മീറ്റർ ആണ് എങ്കിൽ അയാളുടെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ്? സൊല്യൂഷൻ:
ഇവിടെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കേ, ഒരു ഓട്ടക്കാരൻ്റെ വേഗത 15 സെക്കൻഡിൽ 150 മീറ്റർ ആണ്. അതായത് വേഗത സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. വേഗത ഈസ് ഈക്വൽ ടു ദൂരം ബൈ സമയം. അപ്പോൾ ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് എന്താണ്? ടൈം 15 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് 150 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വേഗത എന്താണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം 150/15 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിരിക്കുന്ന വേഗത. ഇതിനെ മണിക്കൂറിൽ എത്ര കിലോമീറ്റർ വേഗതയാണെന്ന് കണ്ടുപിടിക്കണം. അതായത് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റണം. ഈ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാനായിട്ട് 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാൻ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാനാണെങ്കിൽ ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് ഓർത്ത് വയ്ക്കാൻ ഒരു ചെറിയ ക്ലൂവും കൂടെ പറഞ്ഞുതരാം. അതായത് 18/5 5/18 വലിയ യൂണിറ്റിലേക്ക് മാറ്റുമ്പോൾ വലിയ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ചെറിയ യൂണിറ്റിലേക്ക് മാറ്റുമ്പോൾ ചെറിയ സംഖ്യ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിലെ വലിയ സംഖ്യ ഏതാ? 18/5 അല്ലേ? അപ്പോൾ മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് കിലോമീറ്റർ പെർ അവർ വലിയ യൂണിറ്റിലേക്ക് മാറ്റുമ്പോൾ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ്, അതായത് വലിയ യൂണിറ്റിൽ നിന്ന് ചെറിയ യൂണിറ്റിലേക്ക് മാറ്റുമ്പോൾ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ തന്നിരിക്കുന്ന സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിലാണ്, അതിനെ കിലോമീറ്റർ പെർ അവറിലോട്ടാണ് മാറ്റേണ്ടത്. അപ്പോൾ എന്താണ്? 18/5 കൊണ്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ ഇവിടുത്തെ സ്പീഡ്, പുതിയ സ്പീഡ് കണ്ടുപിടിക്കാൻ എന്നാ ചെയ്യേണ്ടത്? ഈ 10 മീറ്റർ പെർ സെക്കൻഡിനെ 10നെ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 18/5 36 കിലോമീറ്റർ പെർ അവർ ആണ് ഉത്തരം. ആൻസർ ഓപ്ഷൻ ഡി. ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും 20% വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ പരപ്പളവ് എത്ര ശതമാനം വർദ്ധിക്കും? സൊല്യൂഷൻ: ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും X% വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ പരപ്പളവ്, അതായത് വിസ്തീർണം വർദ്ധിക്കുന്നത് 2x + x²/100% ആയിരിക്കും. ഓർത്ത് വയ്ക്കുക, ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും X% വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ പരപ്പളവ് അഥവാ വിസ്തീർണം വർദ്ധിക്കുന്നത് 2x + x²/100% ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, എക്സ് എത്ര വരും? എക്സ് 20%. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 × 20 + 20² ഡിവൈഡഡ് ബൈ 100%. 22 40 + 20ൻ്റെ സ്ക്വയർ 400 ഡിവൈഡഡ് ബൈ 100. 0 0 0 0 വെട്ടി. അപ്പം എന്ത് വരും? 40 + 4 44%. ആൻസർ 44% ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം: രാജു 10,000 രൂപ മുടക്കി ഒരു സ്കൂട്ടർ വാങ്ങി 1000 രൂപ മുടക്കി പുതുക്കി പണിയുകയും 2500 രൂപ ചിലവാക്കി പെയിൻറ് ചെയ്യുകയും ചെയ്തു. അയാൾക്ക് 20% ലാഭം കിട്ടണമെങ്കിൽ എത്ര തുകയ്ക്ക് വിൽക്കണം? വിറ്റ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. വിറ്റ വില കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100. ലാഭശതമാനം തന്നാൽ വിറ്റ വില കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100. SP സെല്ലിംഗ് പ്രൈസ് വിറ്റ വില, CP കോസ്റ്റ് പ്രൈസ്, അതിന് മൊത്തം ചിലവായ തുക. ഓക്കെ, വാങ്ങിയ വില എന്ന് പറയാം. വാങ്ങിയ വില എടുക്കുമ്പം മൊത്തം ചിലവായ തുക വേണം കേട്ടോ. അതാണ് കോസ്റ്റ് പ്രൈസ്, അതിൻ്റെ മൊത്തം ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, CP എന്ത് വരും? കോസ്റ്റ് പ്രൈസ് എന്ന് വെച്ചാൽ എന്ത് വരും?
രാജു 10,000 രൂപ മുടക്കി ഒരു സ്കൂട്ടർ വാങ്ങി 1000 രൂപ മുടക്കി പുതുക്കി പണിയുകയും 2,500 രൂപ ചിലവാക്കി പെയിൻറ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 10,000 പ്ലസ് 1000 പ്ലസ് 2,500. അപ്പം 10,000 10,000 1000 2,500 കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 2,500 1000 3,500. അപ്പോൾ 10,000 3,500 കൂടെ കൂട്ടുമ്പോൾ 13,500 രൂപ വരും കോസ്റ്റ് പ്രൈസ്. ലാഭശതമാനം പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ്? 20%. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സെല്ലിംഗ് പ്രൈസ് വിറ്റ വില ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് 13,500 ഇൻറ്റു 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് 100 പ്ലസ് 20 120 ഡിവൈഡഡ് ബൈ 100. $16,200 രൂപ വരും വിറ്റ വില. ആൻസർ ഓപ്ഷൻ എ. കോസ്റ്റ് പ്രൈസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിന് ടോട്ടലായിട്ട് ചിലവായ തുകയാണ് കോസ്റ്റ് പ്രൈസ് വരുന്നത് കേട്ടോ. ഓക്കെ, മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഭയങ്കര മഴയാണ് ഇവിടെ, അതുകൊണ്ട് ക്ലാസ്സുകളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവർക്കും ഇന്ന് എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്ത് വരിക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ താല്പര്യമുള്ളവർ സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെലഗ്രാം ചാനൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.